അതായത് ഭൂഗർഭ അറയുണ്ടാക്കി അതിനകത്ത് ഏറ്റവും ലാസ്റ്റ് ഫ്ലോറിൽ, ഗ്രൗണ്ട് ഫ്ലോറിൽ നിന്ന് മോറിസ് ബുക്കായി എന്ന് പറയുന്ന സയന്റിസ്റ്റ് അതിനെപ്പറ്റി ആലോചിച്ചു. കൈത്ത് മോർ എന്ന് പറയുന്ന ചിന്തകൻ അതിനെപ്പറ്റി ആലോചിച്ചു. ഗാന്ധി എന്ന ഇന്ത്യ രാജ്യത്തിന്റെ രാഷ്ട്രപിതാവ് അതിനെപ്പറ്റി ആലോചിച്ചു. ഖസാക്കിന്റെ ഇതിഹാസങ്ങൾ എഴുതി മലയാളക്കരയെ സഹോദരങ്ങളെ, ജാതീയമായ അയിത്തോച്ചാടനങ്ങൾക്കെതിരെ പോരാട്ടം നടത്തിയ സാക്ഷാൽ ശ്രീനാരായണ ഗുരു അതിനെപ്പറ്റി ആലോചിച്ചു. നമ്മളത് പഠിക്കുന്നുണ്ടോ? ഭൗതികനായ ഒരു അന്വേഷകൻ അയാളുടെ ഭൗതികമായ ബുദ്ധി ഉപയോഗിച്ച് ചിന്തിച്ചാൽ ഒരു സാമാന്യ ബുദ്ധിയുള്ള ഒരു മനുഷ്യന്റെ ചിന്തകൾക്കും അപ്പുറത്തുള്ളൊരു കാര്യമാണ്. കാരണം നിരക്ഷരനായ ഒരു ഗ്രാമീണനായ 6ാം നൂറ്റാണ്ടമായ സാധാരണ മനുഷ്യ ചിന്തയ്ക്ക് അപ്രാപ്യമായ ഒരു സോഴ്സിൽ നിന്നുമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ചിന്തിക്കുന്ന ജനങ്ങളെ, എന്റെ റസൂലിനെ പറ്റി ആലോചിക്കണേ. നിങ്ങൾ അല്ലാഹുവിന്റെ റസൂലിനെ പറ്റി ചിന്തിക്കുകയാണെങ്കിൽ നിങ്ങൾ ആണ് പോകുന്നിടത്തെല്ലാം പെണ്ണും വേണം. ആണ് എവിടെയൊക്കെ പോകുന്നു അവിടെ എല്ലാം കൂടെ പെണ്ണ് വേണമെന്ന് യൂറോപ്പ് പറഞ്ഞു. എന്നാൽ വിശുദ്ധ ഇസ്ലാം പറഞ്ഞു, ഉമ്മമാർ, സ്ത്രീകൾ, സഹോദരിമാർ അവർ പോകേണ്ടടുത്ത് ആണുങ്ങൾ പോകണം, പെണ്ണുങ്ങൾ പോകേണ്ടടുത്ത് പെണ്ണുങ്ങൾ പോകണം. യൂറോപ്പ് പറഞ്ഞു അങ്ങനെ പറ്റില്ല, ആണുങ്ങൾ എവിടെയൊക്കെ പോയാലും അവിടെയൊക്കെ നിങ്ങളും വേണം. എന്തിനാ? ഞങ്ങൾക്ക് നിങ്ങളെ ചൂഷണം ചെയ്യാൻ ആവശ്യമുണ്ട്. യൂറോപ്പ് ഡിസൈൻ ചെയ്തു ഡ്രസ്സ്, അതിങ്ങനെ കുറച്ച് കൊണ്ടുവന്നു. എന്നാൽ പുരുഷൻ്റെത് ചെയ്തപ്പോഴോ ഫുള്ളായിട്ട് നല്ല കോട്ട്, ടൈ. എനിക്കേറ്റവും കടമയുള്ളത് ആരോടാണ്? നിന്റെ ഉമ്മയോടാണ്. വീണതായിട്ട് കണ്ടു. നമ്മൾ വിലമതിപ്പുള്ള സാധനങ്ങൾ വളരെ ഭദ്രമായി സൂക്ഷിച്ചു വെക്കുന്നവരാണ്. വിലയില്ലാത്ത സാധനങ്ങൾ നമ്മൾ ഓപ്പണായിട്ടിടും, എടുത്തു പോകും. പിള്ളേർ വന്നാൽ പിള്ളേർ തട്ടിക്കളിക്കും, വഴിയോ പോന്നവന്മാരൊക്കെ അങ്ങനെ തട്ടിക്കളിക്കും. അത് പൊതുവായ സാധനങ്ങളാണ്. പക്ഷെ അങ്ങനെ ആയില്ല. വിശുദ്ധ ഇസ്ലാമിനോട്, നിന്റെ കുടുംബി, നിന്റെ ഭാര്യയോട്, നാട്ടിൽ വലിയ മാന്യനൊക്കെ ആയിരിക്കും, നാട്ടിൽ നല്ല ചുളുങ്ങാത്ത ഷർട്ടിട്ട് കാണുന്ന ആളുകളോടൊക്കെ സംസാരിക്കുന്നവരോട് തേനും പാലും ഒക്കെ ഒഴുക്കി സംസാരിച്ച് വീട്ടിലെത്തി പെണ്ണുമ്പിള്ളയുടെ അടുത്തെത്തിയാൽ, എടി നിന്റെ വാപ്പ അങ്ങനെ, നിന്റെ ഉമ്മ, ഇഷ്ടമുള്ള ആളിന് ഇഷ്ടമുള്ള എടുത്തു വെച്ച് ഇഷ്ടമുള്ള ആളുമായി ഇഷ്ടമുള്ളത് ചെയ്യാം. അതിന്റെ ചേലയിൽ തങ്ങളാം പൂമരം പാവനദീനിന്റെ പൂമണം പരിശുദ്ധരായ സൽഗുണം പാലോളി തൂകുന്ന പൂവനം ചേലയിൽ തങ്ങളാം പൂമരം. ആദികൾ വ്യാധികൾ മാറിടും അതിരറ്റ സ്നേഹം ലഭിച്ചിടും. ആദിയോന്റെ ഗലാലാരിലും ആശകൾ വീട്ടി തുണച്ചിടും. ആദികൾ വ്യാധികൾ മാറിടും അതിരറ്റ സ്നേഹം ലഭിച്ചിടും. ആദിയോന്റെ ഗലാലാരിലും ആശകൾ വീട്ടി തുണച്ചിടും. പാവനദീനിന്റെ പൂമണം പരിശുദ്ധരായ സൽഗുണം പാലോളി തൂകുന്ന പൂവനം ചേലയിൽ തങ്ങളാം പൂമരം. നാഥാ നിൻ കാരുണ്യമേകണേ, തങ്ങളെ പോരീഷ നൽകണേ. ഈ നാട്ടിൽ നന്മകളേറ്റണേ,
മജ്‌ലിസിൽ ബർക്കത്ത് നൽകണേ നാഥാ നിൻ കാരുണ്യമേകണേ തങ്ങളെ പോരിശ നൽകണേ ഈ നാട്ടിൽ നന്മകളേറ്റണേ മജ്‌ലിസിൽ ബർക്കത്ത് നൽകണേ പാവനദീനിൻ്റെ പൂമണം പരിശുദ്ധരായ സൽഗുണം പാലോളി തൂകുന്ന പൂവനം ചേലയിൽ തങ്ങളാം പൂമരം ഖൈറുള്ള ജീവിതം നൽകണേ ചേലയിൽ തങ്ങളാലേകണേ കൽബിൻ്റെ ഉള്ളിലെ നോവുകൾ എല്ലാം നീ മാറ്റണേ റാഹത്തിൽ നാദാ ഖൈറുള്ള ജീവിതം നൽകണേ ചേലയിൽ തങ്ങളാലേകണേ കൽബിൻ്റെ ഉള്ളിലെ നോവുകൾ എല്ലാം നീ മാറ്റി തുണക്കണേ പാവനദീനിൻ്റെ പൂമണം പരിശുദ്ധരായ സൽഗുണം പാലോളി തൂകുന്ന പൂവനം ചേലയിൽ തങ്ങളാം പൂമരം. ഇമാം മാലിക് ബിൻ അനസ് റളിയല്ലാഹു അൻഹു മാലിക്കി മദ്ഹബിന്റെ ഇമാമാണ്. അവിടുന്ന് 4 പതിറ്റാണ്ട് കാലം മദീനയിൽ താമസിച്ചവരാണ്. 40 വർഷക്കാലം മദീനയിൽ ഇമാം ദാരിൽ ഹിജറ, ഇമാമുൽ മദീന എന്നറിയപ്പെട്ട മഹാനായ ഇമാം മാലിക് ബിൻ അനസ് റളിയല്ലാഹു അൻഹു അവിടുന്ന് ജീവിച്ചു. പക്ഷേ മാലിക്കി ഇമാമ് മദീനയിൽ താമസിക്കുന്ന സമയത്ത് ഒരിക്കൽ പോലും ചെരുപ്പ് ധരിച്ച് മദീനയിലൂടെ നടന്നിട്ടില്ല. പാദരക്ഷ ധരിച്ച് മദീനയിലൂടെ മാലിക്കി ഇമാമ് നടന്നിട്ടില്ല. എന്തുകൊണ്ടാണ്? മദീനയിൽ പാദരക്ഷ ധരിക്കാൻ പാടില്ലെന്ന് വിശുദ്ധ ഇസ്ലാമിൽ ഒരിടത്തും നിയമമില്ല. വിശുദ്ധമായ ഖുർആനിലോ ഹദീസിലോ അത്തരത്തിലുള്ള ഒരു പരാമർശവുമില്ല. പിന്നെ എന്തുകൊണ്ടാണ് മാലിക് ബിൻ അനസ് റളിയല്ലാഹു അൻഹു മദീനയിൽ ചെരുപ്പ് ധരിക്കാതെ നടന്നത്? ഇക്റാമൻ വമഹബ്ബതൻ ലിറസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, പുണ്യ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള അടങ്ങാത്ത പ്രണയം, അവിടുത്തെയോടുള്ള കൽബിലുള്ള അടങ്ങാത്ത ഇഷ്ടം, അവിടുത്തെയോടുള്ള ആദരവ്. ആരാണ് മാലിക് ഇമാമ്? വലിയ മഹാനാണ്. ലോകത്ത് 4 മദ്ഹബുകളാണുള്ളത്. അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ അഖീദയിൽ അടിസ്ഥാനപ്പെടുത്തി 4 മദ്ഹബുകൾ: ഷാഫിഈ മദ്ഹബ്, ഹനഫി മദ്ഹബ്, ഹംബലി മദ്ഹബ്, മാലിക്കി മദ്ഹബ്. ഈ 4 മദ്ഹബിലാണ് നമ്മളെല്ലാവരും. അൽഹംദുലില്ലാഹ് നമ്മൾ ഷാഫിഈ മദ്ഹബുകാരാണ്. മഹാനായ ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു ഈജിപ്തിലെ അലക്സാണ്ട്രിയയിൽ മറവട്ട് കിടക്കുകയാണ്. ഓൾഡ് കൈറോയിൽ അൽഹംദുലില്ലാഹ് ഞാൻ കഴിഞ്ഞ 6-ാം തീയതി ഈജിപ്തിൽ നിന്ന് വന്നതാണ്. ഷാഫിഈ ഇമാമിന്റെ ഖബർ സിയാറത്ത് ചെയ്തിട്ടുണ്ട്. അള്ളാഹുവിൻ്റെ തൗഫീഖ് കൊണ്ട് അള്ളാഹു കബൂലാക്കുമാറാകട്ടെ. നമ്മുടെ മജ്ലിസിൽ മഹാനായ ഷാഫിഈ ഇമാമിന്റെ പൊരുത്തം അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പൊ അതേ പദവിയുള്ള മഹാനാണ് മാലിക് ഇമാം. മാലിക് ഇമാം റളിയല്ലാഹു അൻഹു മദീനയിൽ ചെരുപ്പ് ധരിച്ച് നടന്നിട്ടില്ല. മാത്രമല്ല, മദീനയിൽ അവിടുന്ന് വാഹനപ്പുറത്ത് സഞ്ചരിച്ചിട്ടില്ല. മദീനയിൽ വാഹനപ്പുറത്ത് സഞ്ചരിക്കാൻ പാടില്ല എന്ന് മതത്തിൽ നിയമമൊന്നുമില്ല. എന്നാലും
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള അടങ്ങാത്ത മഹബ്ബത്ത് കൊണ്ട് ഹറം കീ ജമീനോർ ഖദം രഖ് കെ ചൽനാ, ഹറം കീ ജമീനോർ ഖദം രഖ് കെ ചൽനാ, അരേ സർ ക മൗഖഅ ഓ ജാനെ വാലേ. ഓ മദീനയിലൂടെ നടക്കുന്നവരെ, മദീന അത് കാല് വച്ച് നടക്കേണ്ട സ്ഥലമല്ല, അത് തല വച്ച് നടക്കേണ്ട സ്ഥലമാണ്. കാരണം മദീനയുടെ മണൽത്തരികൾ പരിശുദ്ധമാണ്, പരിശ്രേഷ്ഠമാണ്. ആകാശമണ്ഡലങ്ങൾ, ഭൂമണ്ഡലങ്ങൾ, പ്രപഞ്ചം മുഴുവനും പടക്കാൻ കാരണക്കാരനായ താജ്ദാറെ മദീന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പാദസ്ഥലികളേറ്റ് പരിശുദ്ധമായ മണ്ണാണ് മദീനയിലെ മണ്ണ്. മാലിക് ഇമാം റളിയല്ലാഹു അൻഹു മദീനയിലൂടെ നടക്കുമ്പോൾ ചെരുപ്പ് ധരിക്കാതിരുന്നത് എന്റെ മുത്തുനബി നടന്ന വഴിയാണിത്. അവിടുത്തെ പാദം ചവിട്ടിയ മണ്ണിൽ ഞാൻ എങ്ങനെയാണ് പാദരക്ഷകൾ ധരിച്ച് ചവിട്ടുക എന്ന് ചിന്തിച്ചു. മുത്തുനബി സഞ്ചരിച്ച പാതയാകാം, അവിടുന്ന് വിശ്രമിച്ചിട്ടുണ്ടാകാം, അവിടുന്ന് ഇരുന്നിട്ടുണ്ടാകാം. അങ്ങനെയുള്ള സ്ഥലത്ത് ഞാൻ എങ്ങനെയാണ് പാദരക്ഷകൾ ധരിക്കുക? മദീനയിൽ പോയിട്ടുള്ള ആളുകൾ ഈ കൂട്ടത്തിലുണ്ടാകാം. മദീനയിൽ എവിടെയാണ് ടോയ്ലറ്റ് ഉള്ളത്? അണ്ടർഗ്രൗണ്ടിലാണ് ടോയ്ലറ്റ് സംവിധാനിച്ചിട്ടുള്ളത് മദീനയിൽ. അതായത് ഭൂഗർഭ അറയുണ്ടാക്കി അതിനകത്ത് ഏറ്റവും ലാസ്റ്റ് ഫ്ലോറിൽ, ഗ്രൗണ്ട് ഫ്ലോറിൽ നിന്ന് പിന്നെയും താഴോട്ട് ഒരുപാട് അഗാധമായി കുഴിച്ചിട്ടാണ് മദീനയിൽ ടോയ്ലറ്റ് സംവിധാനിച്ചിട്ടുള്ളത്. അതെന്തുകൊണ്ടാണ്? പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഖബർ ഷരീഫിന്റെ റൗളത്തുൽ മുശറഫയുടെ ആ പൊക്കത്തിൽ നിന്നും ഒത്തിരി താഴോട്ടാണ് ടോയ്ലറ്റ് സംവിധാനിച്ചിട്ടുള്ളത്. സുബ്ഹാനല്ലാഹ്. സഹോദരങ്ങളെ, ഞാൻ നിങ്ങളോട് ഒന്നാമതായും രണ്ടാമതായും മൂന്നാമതായും പറയുന്നത്, നമ്മുടെ നാട്ടിൽ, നമ്മുടെ രാജ്യത്ത്, നമ്മുടെ ചുറ്റുപാടും ധാരാളം പ്രതിസന്ധികൾ നമുക്കുണ്ട്. ഒന്നാമതായും രണ്ടാമതായും മൂന്നാമതായും ആ പ്രതിസന്ധികൾ അതിജയിക്കാൻ എന്താണ് നമ്മുടെ മുന്നിലുള്ള സൊല്യൂഷൻ? Which type of the action we will bring our society? എങ്ങനെയാണ് നമ്മുടെ സമുദായം, നമ്മുടെ സമൂഹം ഏതൊക്കെ തരത്തിലുള്ള ഗമനങ്ങൾ കൊണ്ടാണ്, ഏതൊക്കെ തരത്തിലുള്ള പ്രവർത്തനങ്ങൾ കൊണ്ടാണ് നമുക്ക് ജയിക്കാൻ പറ്റുക ഏത് പ്രതികൂല സാഹചര്യത്തിലും? ഒന്നാമതായി നമ്മുടെ ഖൽബിൽ അചഞ്ചലമായ വിശ്വാസം ഉണ്ടാകണം. രണ്ടാമതായി പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് നമ്മുടെ ഖൽബിൽ അടങ്ങാത്ത മഹബ്ബത്ത് ഉണ്ടാകണം. ഒന്നാമതായി അൽ ഈമാനു ബില്ലാഹ്, the belief in Allah. അല്ലാഹുവിലുള്ള അചഞ്ചലമായ വിശ്വാസം നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകണം. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. നമ്മൾ ഇത് ഷഹാദത്ത് കലിമയാണ്, ഈ സത്യവാചകം. അതിന്റെ അർത്ഥം എന്താണ്? ആരാധനക്കർഹൻ അല്ലാഹു അല്ലാതെ മറ്റാരുമില്ല. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അല്ലാഹുവിന്റെ തിരുദൂതരാകുന്നു എന്നാണ് ആ ഷഹാദത്ത് കലിമയുടെ അർത്ഥം. ഈ ഷഹാദത്ത് കലിമ 1400 കൊല്ലങ്ങൾക്ക് മുമ്പ് പറഞ്ഞിരുന്ന സഹാബിമാർ പറഞ്ഞത് എങ്ങനെയാണ്? ആരാധ്യനായി അല്ലാഹുവേ ഉള്ളൂ, പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അല്ലാഹുവിന്റെ തിരുദൂതരാകുന്നു എന്നാണ് പറഞ്ഞത്. അതേ സഹാബിമാർ പറഞ്ഞ വാചകം തന്നെ ഇന്ന് നമ്മളും പറയുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അല്ലാഹുവിന്റെ പ്രവാചകരാകുന്നു, ആയിരുന്നു എന്ന് നമ്മൾ ആരും പറയുന്നില്ല. സഹോദരങ്ങളെ, എൻ്റെ വിശ്വാസമനുസരിച്ച്, നിങ്ങളുടെ വിശ്വാസമനുസരിച്ച്, അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ അഖീദ അനുസരിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇന്നും നമ്മളിൽ ജീവിച്ചിരിക്കുന്നവരാണ്. പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇന്നും
നമ്മളിൽ ജീവിച്ചിരിക്കുന്നവരാണ്. വഹുവ ഹയ്യും ഫീ ഖുലൂബിനാ, നമ്മുടെ ഹൃദയത്തിന്റെ അകത്തളങ്ങളിൽ പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജീവിച്ചിരിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇസ്രാഇന്റെ രാത്രിയിൽ സഞ്ചരിച്ചു പോയി. എവിടേക്കാണ് പോയത്? അൽ ഉഫുഖുൽ അഅലാ, സമുന്നതമായ ശ്രേഷ്ഠമായ വാക്കുകൾക്കതീതമായ പരിശുദ്ധമായ പരിശ്രേഷ്ഠമായ സ്ഥലത്തിലേക്ക്, സവിധത്തിലേക്ക്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഫാത്തിന് ശേഷം അവിടുന്ന് എവിടേക്കാണ് പോയത്? അർ-റഫീഖൽ അഅലാ, അർ-റഫീഖൽ അഅലാ, അൽ ഉഫുഖുൽ അഅലാ. ഇത്തരത്തിലുള്ള പ്രയോഗങ്ങൾ ആത്മജ്ഞാനികളായ ആളുകൾ വളരെ അഗാധമായ അർത്ഥങ്ങൾ ചിന്തിച്ചു പറഞ്ഞതും പഠിപ്പിച്ചതുമാണ്. ജലാലുദ്ദീൻ റൂമി തന്റെ മസ്നവി എഴുതുമ്പോൾ, സഅദി ശിറാസി തന്റെ കവിതകൾ എഴുതുമ്പോൾ ഇത്തരത്തിലുള്ള വിശാലമായ അർത്ഥത്തിൽ പ്രവാചക പ്രവീണർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഉൾക്കൊണ്ടിട്ടാണ് എഴുതിയത്. ഞാനും നിങ്ങളും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അഗാധമായി ഉൾക്കൊള്ളേണ്ടതുണ്ട് സഹോദരങ്ങളെ. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വ്യക്തിപ്രഭാവത്തെയും അവിടുത്തെ ആ വൈശിഷ്ട്യമാർന്ന പരിശുദ്ധമാർന്ന ആ മഹാവ്യക്തി പ്രഭാവത്തെ, ആ പ്രപഞ്ചത്തെ നമ്മൾ ഉൾക്കൊണ്ടില്ലെങ്കിൽ നമ്മുടെ ഒരു പ്രതിസന്ധിയിൽ നമുക്ക് പിടിച്ചു നിൽക്കാൻ കഴിയില്ല. നിങ്ങൾ ആർത്തു നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വ്യക്തിപ്രഭാവത്തിന്റെ ഒന്നാമത്തെ ഒരു വലിയ യാഥാർത്ഥ്യം അതെന്താണ്? ദൃഷ്ടാന്തം. ചിന്തിക്കുന്നവർക്ക് ഒരുപാട് ദൃഷ്ടാന്തങ്ങൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലുണ്ട്. ഒന്നാമത്തെ ദൃഷ്ടാന്തം ഏതാണ്? അൽ വഹ്യുൽ ഇലാഹി. എവിടെ നിന്നാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഈ മഹാവിജ്ഞാനങ്ങളൊക്കെ കിട്ടിയത്? നിങ്ങൾ ഓർത്തു നോക്കൂ, ഒരു അധ്യാപകന്റെ അടുത്ത് നിന്ന് സാമ്പ്രദായികമായ ഒരു അധ്യാപകന്റെ മുന്നിലിരുന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു അക്ഷരം പോലും പഠിച്ചിട്ടില്ല. ആ എ ബി സി ഡി എന്നൊന്നും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു ഗുരുവിന്റെ മുന്നിലിരുന്ന് പഠിച്ചിട്ടില്ല. നിരക്ഷരനാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. അങ്ങനെയുള്ള മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ആധുനിക ലോകത്തെ വിചാരധാരാ വിചക്ഷണന്മാരുടെ മസ്തിഷ്കങ്ങളിൽ പ്രകമ്പനം കൊള്ളിക്കാൻ മാത്രമുള്ള വിചാരങ്ങൾ സമ്മാനിക്കാൻ കഴിഞ്ഞത് എങ്ങനെയാണ്? നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? മോറിസ് ബുക്കായി എന്ന് പറയുന്ന സയന്റിസ്റ്റ് അതിനെപ്പറ്റി ആലോചിച്ചു. കൈത്ത് മോർ എന്ന് പറയുന്ന ചിന്തകൻ അതിനെപ്പറ്റി ആലോചിച്ചു. സാക്ഷാൽ മോഹൻദാസ് കരംചന്ദ് ഗാന്ധി എന്ന ഇന്ത്യ രാജ്യത്തിന്റെ രാഷ്ട്രപിതാവ് അതിനെപ്പറ്റി ആലോചിച്ചു. ഖസാക്കിന്റെ ഇതിഹാസങ്ങൾ എഴുതി മലയാളക്കരയെ ആശ്ചര്യപ്പെടുത്തിയ OV വിജയൻ എന്ന് പറയുന്ന എഴുത്തുകാരൻ ആലോചിച്ചു. സഹോദരങ്ങളെ, ജാതീയമായ അയിത്തോച്ചാടനങ്ങൾക്കെതിരെ പോരാട്ടം നടത്തിയ സാക്ഷാൽ ശ്രീനാരായണ ഗുരു അതിനെപ്പറ്റി ആലോചിച്ചു. 1400 കൊല്ലങ്ങൾക്ക് മുമ്പ് എങ്ങനെയാണ് പ്രവാചകൻ ഈ മഹത്വമാർന്ന, വിശിഷ്ടമാർന്ന, ശ്രേഷ്ഠ സമ്പന്നമാർന്ന, ആധുനിക ശാസ്ത്രം പോലും അത്ഭുതപ്പെട്ടു പോകുന്ന മഹത്തായ വിജ്ഞാനങ്ങളെ ഒരു ഗുരുവിന്റെ മുന്നിലിരുന്ന് സാമ്പ്രദായികമായി പഠിക്കാത്ത നിരക്ഷരനായ പ്രവാചകൻ എങ്ങനെയാണ് അവതരിപ്പിച്ചത്? എന്റെ ചിന്താമണ്ഡലങ്ങളിൽ, നിങ്ങളുടെ വിചാരധാര മസ്തിഷ്കങ്ങളിൽ സഹോദരങ്ങളെ ചലനങ്ങൾ ഉണ്ടാക്കേണ്ട ചിന്തകളാണത്. 6-ാം നൂറ്റാണ്ടിൽ ഒരു ഗ്രാമീണനായ മനുഷ്യന് ആധുനിക ലോകത്തെ ശാസ്ത്രീയമായ സംവിധാനങ്ങൾക്ക് മുന്നിൽ പിടിച്ചു നിൽക്കാൻ മാത്രം ശ്രേഷ്ഠമായ ആശയാദർശങ്ങൾ അവതരിപ്പിക്കാൻ എവിടെ നിന്നാണ് നോളജ് ഓഫ് സോഴ്സ് കിട്ടിയത്? എവിടെ നിന്നാണ്? അൽ വഹ്യുൽ ഇലാഹി. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെപ്പറ്റി നമ്മൾ പഠിക്കണം, നമ്മൾ അഗാധമായി ആലോചിക്കണം. അപ്പോൾ നമ്മുടെ ചിന്തകൾ മാറി മറിയുന്നത് കാണാം. മുത്തുനബിക്ക് അല്ലാഹുവാകുന്ന പ്രപഞ്ച സ്രഷ്ടാവിൽ നിന്നാണ്
ഈ ചിന്തകളും ഈ ദാർശനികതകളും പ്രപഞ്ചനാഥനിൽ നിന്നാണ് ലഭിച്ചത്. ഈ മെസ്സേജുകളെല്ലാം അള്ളാഹുവിൽ നിന്ന്. പക്ഷേ ഞാനും നിങ്ങളും അത് ഏതു വിധത്തിൽ ഉൾക്കൊണ്ടു? നമ്മളത് പഠിക്കുന്നുണ്ടോ? ഭൗതികനായ ഒരു അന്വേഷകൻ അയാളുടെ ഭൗതികമായ ബുദ്ധി ഉപയോഗിച്ച് ചിന്തിച്ചാൽ അയാളുടെ ബുദ്ധി പരാജയപ്പെട്ടു പോകും. അയാളുടെ ചിന്തകൾക്ക് അപ്രാപ്യമായ ഒരു സബ്ജക്റ്റാണ് നമ്മൾ പറയുന്നത്. ഒരു സാമാന്യ ബുദ്ധിയുള്ള ഒരു മനുഷ്യന്റെ ചിന്തകൾക്കും അപ്പുറത്തുള്ളൊരു കാര്യമാണ്. കാരണം നിരക്ഷരനായ ഒരു ഗ്രാമീണനായ 6-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഒരു മനുഷ്യൻ 21-ാം നൂറ്റാണ്ടിലെ മോസ്റ്റ് മോഡേൺ ലോകത്തെ ആശയാദർശങ്ങളുമായി, ഇക്വേഷൻസുകളുമായി, റെവല്യൂഷൻസുകളുമായി ഏറ്റുമുട്ടി വിജയിക്കുന്നു എന്ന മനോഹരമായ രംഗം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതെങ്ങനെയാണ് സാധിച്ചത്? അതിനെപ്പറ്റി അള്ളാഹുവിന്റെ റസൂലിന് ഇലാഹിയായ, അതായത് ഭൗതികമായ ഒരു സോഴ്സിൽ നിന്നും വന്നതല്ല, അഭൗതികമായ സാധാരണ മനുഷ്യ ചിന്തയ്ക്ക് അപ്രാപ്യമായ ഒരു സോഴ്സിൽ നിന്നുമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ആ നോളജുകൾ, ആ വിജ്ഞാനങ്ങൾ ലഭിച്ചത്. അതിനെപ്പറ്റി എന്റെ സാമാന്യ ബുദ്ധി കൊണ്ട് ചിന്തിച്ചാൽ ഞാൻ അതിലെത്തിപ്പെടുകയില്ല. അതെങ്ങനെ എന്ന് ചിന്തിച്ചാൽ, സഹോദരങ്ങളെ, ഇമാം ബൂസീരി റളിയല്ലാഹു അൻഹു പറയുകയാണ്, വമൻ ഹുവൽ ആയത്തുൽ കുബ്റാ ലിമുഅ്തബിരി വമൻ ഹുവൻ നിഅമത്തുൽ ഉളുമാ ലിമുഗ്തനിമി മൗലായ സല്ലി വസല്ലിം ദായിമൻ അബദാ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിം. ചിന്തിക്കുന്ന ജനങ്ങളെ, ചിന്തിക്കുന്ന മനുഷ്യരെ, നിങ്ങൾ അല്ലാഹുവിന്റെ റസൂലിനെ പറ്റി ആലോചിക്കണേ. നിങ്ങൾ ആ അല്ലാഹുവിന്റെ റസൂലിനെ പറ്റി ചിന്തിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ധാരാളം ദൃഷ്ടാന്തങ്ങൾ ആ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ കാണാൻ കഴിയുമേ. ധാരാളം ദൃഷ്ടാന്തങ്ങൾ പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ കാണാൻ കഴിയുമേ. ആധുനാധുനിക ലോകത്ത് പുന്നാര നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. ഉമ്മമാരെ, സഹോദരിമാരെ, നിങ്ങൾക്ക് ജീവിക്കാൻ മനോഹരമായി ലോകത്ത് സ്വാതന്ത്ര്യം അനുവദിച്ചു തന്നത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. യൂറോപ്പ് പറഞ്ഞു ആണ് പോകുന്നിടത്തെല്ലാം പെണ്ണും വേണം, ആണ് എവിടെയൊക്കെ പോകുന്നു അവിടെ എല്ലാം കൂടെ പെണ്ണ് വേണമെന്ന് യൂറോപ്പ് പറഞ്ഞു. എന്നാൽ വിശുദ്ധ ഇസ്ലാം പറഞ്ഞു, ഉമ്മമാർ, സ്ത്രീകൾ, സഹോദരിമാർ, അവർ ആണുങ്ങൾ പോകുന്നിടത്തെല്ലാം പോകേണ്ടവരല്ല. ആണുങ്ങൾ പോകേണ്ടടുത്ത് ആണുങ്ങൾ പോകണം, പെണ്ണുങ്ങൾ പോകേണ്ടടുത്ത് പെണ്ണുങ്ങൾ പോകണം. യൂറോപ്പ് പറഞ്ഞു അങ്ങനെ പറ്റില്ല, ഞങ്ങളാകുന്ന ആണുങ്ങൾ എവിടെയൊക്കെ പോയാലും അവിടെയൊക്കെ നിങ്ങളും വേണം. എന്തിനാ? ഞങ്ങൾക്ക് നിങ്ങളെ ചൂഷണം ചെയ്യാൻ ആവശ്യമുണ്ട്. യൂറോപ്പ് ഡിസൈൻ ചെയ്തു ഡ്രസ്. യൂറോപ്പ് ഡ്രസ് കോഡ്, ലേഡീസിന്റെ ഡ്രസ് കോഡുകൾ ഡിസൈൻ ചെയ്യുന്ന യൂറോപ്പ് അതിങ്ങനെ കുറച്ച് കൊണ്ടുവന്നു. എന്നാൽ പുരുഷൻ്റെത് ചെയ്തപ്പോഴോ ഫുള്ളായിട്ട് നല്ല കോട്ട്, ടൈ, പാന്റ്, അങ്ങനെ എന്തൊക്കെ യൂറോപ്പ് കൊണ്ടുവന്നു. അപ്പൊ ആ പുരുഷൻ അവന്റെ പുരുഷാധിപത്യം ചൂഷണാത്മകമായ വിചാരത്തിൽ നിന്നും എപ്പോഴും പെണ്ണിനെ ചൂഷണം ചെയ്യണമെന്നുള്ള വിചാരമാണ് ആധുനിക ലോകത്ത് അവതരിപ്പിച്ചത്. എന്നാൽ വിശുദ്ധ ഇസ്ലാം പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിൽ ഒരാൾ വന്ന് ചോദിച്ചു, നബിയേ, എനിക്ക് ഏറ്റവും കടമയുള്ളത് ആരോടാണ്? നിന്റെ ഉമ്മയോടാണ്. വീണ്ടും അയാൾ ചോദിച്ചു, ഇനി ആരോടാണ്? നിന്റെ ഉമ്മയോടാണ്. വീണ്ടും അയാൾ ചോദിച്ചു, ഇനി ആരോടാണ്? പുണ്യനബി തങ്ങൾ പറഞ്ഞു, ഉമ്മയോടാണ്.
സഹോദരങ്ങളെ, ഒരു പെണ്ണ് ജനിച്ചു എന്ന് കേട്ടാൽ മുഖം വിവർണമാകുമായിരുന്ന, കുഴിയെടുത്ത് കാത്തു നിൽക്കും പ്രസവിച്ചു വീണത് പെണ്ണാണോ, ആ പെണ്ണിന്റെ ചൂട് ആറുന്നതിന് മുന്നേ ഒരു തുള്ളി അമ്മിഞ്ഞ പാല കുഞ്ഞിന്റെ വയറ്റിലേക്ക് പോകുന്നതിന് മുന്നേ ആ പെണ്ണിനെ കുഴിച്ചു മൂടാൻ കാത്തുനിന്ന സമൂഹത്തോട് പ്രവാചക പ്രവീണർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു, ഏറ്റവും നിനക്ക് കടമയുള്ളത്, നീ ആദരിക്കേണ്ടത്, നീ ബഹുമാനിക്കേണ്ടത്, നിനക്ക് പരിശുദ്ധമായത് നിന്നെ പ്രസവിച്ച മാതാവാണ്. അരുതാത്തത് മാതാവിനോട് പറയരുതേ, നിന്റെ മുഖം കറുപ്പിച്ചു മാതാവിനോട് സംസാരിക്കരുതേ. നീ മാതാവിനെ മാനിക്കണേ, നീ പിതാവിനെ ആദരിക്കണേ. ലോകത്താദ്യമായി സ്ത്രീയെ വിശുദ്ധ ഇസ്ലാം ഒരു സ്വർണം പോലെ, ഒരു പളുങ്ക്, ഒരു വൈഡൂര്യം പോലെ, മാണിക്യം പോലെ, കൊമേതകം പോലെ വിലമതിപ്പുള്ളതായിട്ട് കണ്ടു. നമ്മൾ വിലമതിപ്പുള്ള സാധനങ്ങൾ വളരെ ഭദ്രമായി സൂക്ഷിച്ചു വെക്കുന്നവരാണ്. വിലയില്ലാത്ത സാധനങ്ങൾ നമ്മൾ ഓപ്പൺ ആയിട്ടിടും. ആർക്കും വേണമെങ്കിൽ എടുത്തു പോവാം. ആക്രിക്കാരൻ വന്നാൽ ആക്രിക്കാരൻ എടുത്തു പോകും. പിള്ളേർ വന്നാൽ പിള്ളേർ തട്ടിക്കളിക്കും. വഴിയോ പോകുന്നവന്മാരൊക്കെ അങ്ങനെ തട്ടിക്കളിക്കും. അത് പൊതുവായ സാധനങ്ങളാണ്. പക്ഷെ അങ്ങനെ ആയില്ല. വിശുദ്ധ ഇസ്ലാം പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അങ്ങനെയല്ല. മാത്രമല്ല, നീ ഒരു മനുഷ്യൻ അയാൾ ഏറ്റവും നല്ല മനുഷ്യനാകുന്നത് എപ്പോഴാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നീ നിന്റെ കുടുംബിനിയോട്, നിന്റെ ഭാര്യയോട്, നാട്ടിൽ വലിയ മാന്യനൊക്കെ ആയിരിക്കും, നാട്ടിൽ നല്ല ചുളുങ്ങാത്ത ഷർട്ടിട്ട് കാണുന്ന ആളുകളോടൊക്കെ പാൽനിലാവ് പോലെ പുഞ്ചിരിച്ച് സംസാരിക്കുന്നവരോട് തേനും പാലും ഒക്കെ ഒഴുക്കി സംസാരിച്ച് വീട്ടിലെത്തി പെണ്ണുമ്പിള്ളയുടെ അടുത്തെത്തിയാൽ, എടി നിന്റെ വാപ്പ അങ്ങനെ, നിന്റെ ഉമ്മ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ് ചീത്ത. അതല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നിങ്ങളിൽ ഏറ്റവും നല്ലവനാരാണ്? നിങ്ങളെ കുടുംബിനികളോട് ഏറ്റവും മാന്യമായി പെരുമാറുന്നവനാണ്. ഉമ്മമാരെ, പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിങ്ങൾക്ക് സ്വാതന്ത്ര്യമില്ലാതിരുന്ന കാലഘട്ടത്തിൽ, അന്ന് യൂറോപ്പിൽ സ്ത്രീകൾ ആർക്കാണ് വേണ്ടിയിരുന്നത്? അന്ന് സഹോദരങ്ങളെ, ഇന്ന് കാണുന്ന ചൈനയും ടോക്കിയോ നഗരവും ജപ്പാനും ജർമ്മനിയും അമേരിക്കയും എന്ന് വേണ്ട ഓസ്ട്രേലിയയും ലോകത്ത് ഏതെല്ലാം നഗരങ്ങളുണ്ടോ ആ നഗരങ്ങളിൽ മുഴുവനും എന്തിനാണ് പെണ്ണുങ്ങളെ ഉപയോഗപ്പെടുത്തിയിരുന്നത്? ഡാൻസ് കളിക്കാനായിരുന്നു. മദ്യക്കുപ്പികൾ കൊണ്ടുവന്ന് ആവോളം കുടിച്ചു മതിച്ച് അവസാനം തന്റെ ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കുന്ന ഉപകരണമായി കണ്ടിരുന്നു. ഇന്നും ആധുനിക ലോകത്ത് വല്ല മാറ്റവുമുണ്ടോ? പരസ്യ പലകകളിൽ നിർത്താനാണ് ആധുനിക ലോകമെന്ന് പെണ്ണുങ്ങളെ സെറ്റ് ചെയ്യുന്നത്. പരസ്യപ്പലകയിൽ അഡ്വർടൈസ്മെന്റ് ബിസിനസ്സിൽ വേണ്ടിയാണ് ഇന്ന് പെണ്ണിനെ ആധുനിക ലോകം ഉപയോഗിക്കുന്നത്. ഹബീബായ മുഹമ്മദ് മുസ്തഫ പബ്ബിലും ക്ലബിലും ഹബ്ബിലും എല്ലായിടത്തും നമുക്ക് പെണ്ണുങ്ങൾ വേണം. എന്തിനാണ്? ചൂഷണം ചെയ്യാൻ, പുരുഷന് ചൂഷണം ചെയ്യാൻ എന്ന് യൂറോപ്പ് പറഞ്ഞു. മാത്രമല്ല, യൂറോപ്പിൽ വിവാഹം എന്ന് പറയുന്നൊരു കൺസെപ്റ്റ് തന്നെ ഇല്ല. ഇഷ്ടമുള്ള ആളിന് ഇഷ്ടമുള്ള എടുത്തു വെച്ച് ഇഷ്ടമുള്ള ആളുമായി ഇഷ്ടമുള്ളത് ചെയ്യാം. അതിന്റെ അനന്തരഫലം എന്തുണ്ടായി? യൂറോപ്പിൽ കുറെ ജാരസന്തതികൾ ഉണ്ടായി. ജാരസന്തതികൾ ഉണ്ടായപ്പോൾ അത് നാണക്കേടാണ്. ജാരസന്തതി എന്ന് പറഞ്ഞാൽ തന്നെ നാണക്കേടാണ്. പക്ഷേ യൂറോപ്പ് പറഞ്ഞു, അങ്ങനെ വിളിക്കല്ലേ, ഔട്ട് ഓഫ് ബെഡ്ലോക്ക് ബേബി എന്ന് വിളിക്കാം. നമുക്ക് ഒരു ഓമന പേരിൽ വിളിച്ചു ജാരസന്തതിയെ, ഔട്ട് ഓഫ് ബെഡ്ലോക്ക് ബേബി. കുഴപ്പമില്ലല്ലോ, കുഴപ്പമില്ല. വിശുദ്ധ ഇസ്ലാം പറഞ്ഞു മദ്യം ഹറാമാണ്. യൂറോപ്പ് പറഞ്ഞു നിങ്ങൾ മദ്യപിച്ചോളൂ. വിശുദ്ധ ഇസ്ലാം പറഞ്ഞു പലിശ ഹറാമാണ്. യൂറോപ്പ് പറഞ്ഞു നിങ്ങൾ പലിശ ഇടപാട് നടത്തിക്കോളൂ. സഹോദരങ്ങളെ, എന്നും മദ്യത്തിന്റെ പരിണിത ഫലങ്ങൾ എന്താണ്? നിങ്ങൾ ഇവിടെ നെടുമങ്ങാട് കുടുംബ കോടതിയിലൊന്ന് പോകണം. അവിടെ നടക്കുന്ന കേസുകൾ എടുക്കണം. ആ കേസിൽ 80% കേസുകളും കുടുംബ ഛിദ്രതയുടെ കേസുകൾ പറയുന്നിടത്തെല്ലാം വില്ലനായി വരുന്നത് മദ്യമാണ്. 6-ാം നൂറ്റാണ്ടിൽ
ഞാൻ മരണപ്പെട്ടാൽ എന്നെ ഒരു മദ്യത്തിന്റെ മുന്തിരിയുടെ ചുവട്ടിൽ കുഴിച്ചിടണമെന്ന് പറഞ്ഞ ആളുകളോട് ഞങ്ങൾ മദ്യപിക്കില്ല എന്ന് പറയുക മാത്രമല്ല, ലോകത്ത് ചരിത്രത്തിൽ അങ്ങനെ ഒരു ജീവിതം കെട്ടിപ്പടുപ്പിച്ച മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്നും അതിന്റെ അനന്തരഫലങ്ങൾ അവസാനിക്കുന്നില്ല. ആക്സിഡന്റ് കേസുകൾ നിങ്ങൾ പരിശോധിക്കൂ. ഇവിടുത്തെ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റിലെ ഉദ്യോഗസ്ഥന്മാരോട് നിങ്ങൾ പോയി ചോദിക്കൂ, ഏറ്റവും കൂടുതൽ ആക്സിഡന്റുകൾ എന്തുകൊണ്ട് സംഭവിക്കുന്നു? മദ്യപിച്ച് ലക്ക് കെട്ടി ലഗാനില്ലാതെ വാഹനം ഓടിച്ചിട്ട് സംഭവിക്കുന്നു. വിശുദ്ധ ഇസ്ലാം പറഞ്ഞു അത് പാടില്ല, അത് തെറ്റാണ്, അത് ഹറാമാണ് എന്ന് പറഞ്ഞു. പലിശ ഇടപാട്, ഒരു പാവപ്പെട്ടവൻ അവൻ ആവശ്യമുണ്ടാകുന്ന സമയത്താണ് ഒരാളടുത്ത് കടം മേടിക്കാൻ വേണ്ടി പോവാ പൈസക്ക്. അപ്പൊ കടം മേടിക്കാൻ പോകുന്നവൻ അവന് പൈസ നൽകണമെന്ന് നിബന്ധനയിൽ പണം കൊടുക്കുന്നു. അത് സാമ്പത്തികമായ ചൂഷണമാണ്, അത് പാടില്ലാത്തതാണ്. വിശുദ്ധ ഇസ്ലാം 6-ാം നൂറ്റാണ്ടിൽ 21-ാം നൂറ്റാണ്ടിലും നിങ്ങൾ ആലോചിച്ചു നോക്കൂ, ബാങ്ക് പലിശകൾ എടുത്ത ആളുകൾ എത്ര ആളുകളാണ്? അവരുടെ വീടുകൾ ജപ്തിയായി പോയി, അവരുടെ വസ്തുവകകൾ ജപ്തിയായി പോയി. 6-ാം നൂറ്റാണ്ടിൽ ഗ്രാമീണനായിരുന്ന പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, പലിശ ഇടപാട് സാമ്പത്തികമായ മുതലാളിമാരുടെ ചൂഷണമാണ്, അത് പാടില്ലാത്തതാണ്. പലിശ ഇടപാട് നടത്തുന്നവരെ, പലിശയുമായി ബന്ധപ്പെടുന്നവരെ, നിങ്ങൾ അല്ലാഹുവിനോട് യുദ്ധം ചെയ്യുന്ന ആളുകളാണ്. ഒരു പാവപ്പെട്ടവന് നിങ്ങൾ കടം കൊടുത്താൽ, 1,00,000 രൂപ ഒരു പാവപ്പെട്ടവന് കടം കൊടുത്താൽ, നിങ്ങൾ 50,000 രൂപ സഹായിക്കുന്നത് പോലെ, സ്വതക്ക കൊടുക്കുന്നത് പോലെ എന്ന് പഠിപ്പിച്ചു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരാള് 1,00,000 രൂപ എനിക്ക് തന്നു, ഞാൻ അയാൾക്ക് തിരിച്ചു കൊടുക്കുന്ന സമയത്ത് 1,05,000 രൂപ കൊടുത്തു. അത് തെറ്റാണോ? തെറ്റല്ല. കാരണം എന്താ? ഞാൻ കൊടുത്തത് അയാൾ ആവശ്യപ്പെട്ടിട്ടല്ല. ഞാൻ ഇങ്ങനെ മനസ്സിലാലോചിച്ചു, ഞാനിപ്പോ 1,00,000 രൂപ ആവശ്യമുള്ള സമയത്ത് അയാളോട് ചെന്ന് ചോദിച്ചപ്പോൾ അയാൾ എനിക്ക് 1,00,000 രൂപ തന്നേല്ലേ. ഞാനിപ്പോ 3 മാസമായി പൈസ മേടിച്ചിട്ട് അയാൾക്ക് തിരിച്ചു കൊടുക്കുമ്പോൾ ഒരു 5,000 രൂപ കൂട്ടിക്കൊടുത്തേക്കാം. അത് എന്റെ ഇഷ്ടം ഉണ്ടായിട്ട്, എനിക്ക് മനസ്സിൽ സന്തോഷം ഉണ്ടായിട്ട്, അയാൾ തന്നതിന്റെ സന്തോഷത്തിന് നന്ദി പ്രകടിപ്പിച്ചിട്ട് ഞാൻ അങ്ങനെ 1,05,000 രൂപ മടക്കി കൊടുത്താൽ അത് പലിശയല്ല. പക്ഷേ 1,00,000 രൂപ ഞാൻ കൊടുക്കുന്ന സന്ദർഭത്തിൽ എനിക്ക് ഓരോ മാസവും നീ 1,000-ഓ 2,000-ഓ 3,000-ഓ തരണമെന്ന് നിബന്ധന വെച്ചാൽ അവൻ പലിശ ഇടപാട് നടത്തിയവനാണ്. പ്രവാചക പ്രവീണർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു, ആധുനിക ലോകമേ കാതു കൂർപ്പിച്ച് കേൾക്കുക, എത്ര പാവപ്പെട്ടവന്മാരെയാണ് പലിശയ്ക്ക് അടിമപ്പെട്ട് നശിച്ചുപോയ ആളുകൾ. എത്ര പാവങ്ങളാണ് ഇപ്പോഴും പലിശയുടെ അനന്തരഫലങ്ങൾ ലോകം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. പലിശ എന്ന് പറയുന്ന ഒരു തിയറി, അത് മുതലാളി വർഗം ഉണ്ടാക്കിയതാണ്, മുതലാളിത്ത വർഗം ഉണ്ടാക്കിയതാണ് പലിശ എന്ന തിയറി. വിശുദ്ധ ഇസ്ലാം പറഞ്ഞു അത് പാടില്ലാത്തതാണെന്ന്. പ്രവാചക പ്രവീണർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, സഹോദരങ്ങളെ, ആ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആദർശങ്ങൾ, ആശയങ്ങൾ നമ്മൾ പഠിക്കണം. ആദർശങ്ങൾ, ആശയങ്ങൾ നമ്മൾ പഠിക്കണം. ഖസാക്കിന്റെ ഇതിഹാസങ്ങൾ എഴുതി മലയാളക്കരയെ ആശ്ചര്യപ്പെടുത്തിയ OV വിജയൻ എന്ന മലയാളത്തിന്റെ പ്രിയപ്പെട്ട എഴുത്തുകാരൻ പറഞ്ഞു, ഞാൻ പ്രവാചകനെ വായിച്ചു, ഞാൻ അത്ഭുതപ്പെട്ടു പോയി. പ്രവാചകൻ പറഞ്ഞിരിക്കുന്നു, നിങ്ങൾ അനാഥരായ കുഞ്ഞുങ്ങളുടെ മുന്നിൽ വെച്ച് നിങ്ങൾ നിങ്ങളുടെ മക്കളെ താലോലിക്കരുത്, അവരെ നിങ്ങൾ കിന്നരിക്കരുത്, അവരോട് നിങ്ങൾ വാത്സല്യപൂർവം പെരുമാറരുത്. അനാഥനായ കുട്ടിയുടെ മനസ്സിൽ വേദനയുണ്ടാകും, അനാഥനായ കുട്ടിയുടെ കൽവിൽ പ്രയാസമുണ്ടാകും. നിങ്ങളത് ചെയ്യരുത്, അത് കുറ്റമാണ് എന്ന് ലോകത്തോട് വിളിച്ചു പറഞ്ഞ പ്രവാചകനേക്കാൾ ശ്രേഷ്ഠനായ ഒരു അധ്യാപകനെ ഞാൻ കണ്ടിട്ടില്ല എന്ന് എഴുതി വെച്ചത് മലയാളത്തിന്റെ പ്രിയപ്പെട്ട എഴുത്തുകാരനായ ഖസാക്കിന്റെ ഇതിഹാസങ്ങൾ എഴുതി മലയാളക്കരയെ ആശ്ചര്യപ്പെടുത്തിയ സാക്ഷാൽ OV വിജയനാണെങ്കിൽ, ആ വിജയൻ പഠിച്ചു പ്രവാചക പ്രവീണർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നമ്മൾ പഠിക്കണം. ആ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം നമ്മൾ കൂടണം. നിങ്ങൾ നോക്കൂ,
മഹാനായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു ആരാണ്? അബൂ ഖുഹാഫയുടെ മകനായിരുന്നു. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം അവിടുന്ന് ചേർന്നപ്പോൾ അവിടുത്തെ പദവി എത്രയാണ്? വലിയ മഹത്വത്തിലേക്ക് എത്തിച്ചേർന്നു. ഞാനിപ്പോൾ പ്രസംഗിക്കുന്നത് ഇന്ത്യ രാജ്യത്ത് തിരുവനന്തപുരം, കേരളത്തിൽ തിരുവനന്തപുരം ജില്ലയിൽ നെടുമങ്ങാട് താലൂക്കിൽ ഒരുപക്ഷെ പനവൂർ പഞ്ചായത്തിൽപ്പെട്ട ചേലയിൽ എന്ന് പറയുന്ന ഒരു കൊച്ചു ഗ്രാമത്തിൽ നിന്നാണ്. ഞാൻ ഇവിടെ നിന്ന് സിദ്ദീഖുൽ അക്ബർ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ഹൃദയത്തിൽ മഹാനായ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ ഓർമ്മ വരികയാണ്. സഹോദരങ്ങളെ, അബൂ ഖുഹാഫയുടെ ഒരു പാവം മകനായിരുന്ന സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു ഉന്നതമായ പദവിയിലേക്ക് എത്തിച്ചേർന്നു. എന്തുകൊണ്ടാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അവിടുന്ന് മഹബ്ബത്ത് വെച്ചു, അവിടുത്തെയോടൊപ്പം ചേർന്നു, അവിടുന്ന് പഠിപ്പിച്ച ആശയധാരകളെ ഉൾക്കൊണ്ട് ജീവിച്ചു. വിശുദ്ധ ഖുർആൻ പറയുകയാണ്, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം والسابقون الأولون من المهاجرين والأنصار والذين اتبعوهم بإحسان رضي الله عنهم ورضوا عنه وأعد لهم جنات تجري تحتها الأنهار خالدين فيها أبدا ذلك الفوز العظيم. ഖുർആൻ പറയുകയാണ്, ഖുർആൻ ഇത് ഇങ്ങനെ സർട്ടിഫൈ ചെയ്യുന്ന ആളുകൾ ആരാന്നറിയോ? സഹാബിമാരാണ്. സഹാബിമാരുടെ പരിശുദ്ധത എന്താണ്? അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജീവിച്ച കാലഘട്ടത്തിൽ ജീവിക്കുകയും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വിശ്വസിക്കുകയും അവിടുത്തെ ചാരേ പോയിരുന്ന് അവിടുത്തെ കാണുകയും ചെയ്തു. അങ്ങനെയുള്ള ആളുകൾക്ക് എന്താണ് അവരുടെ പദവി? സുബ്ഹാനല്ലാഹ്, നാളെ ആദ്യമായി അല്ലാഹുവിന്റെ റസൂൽ ഹൗദുൽ കൗസർ കൊടുക്കുമ്പോൾ ആദ്യമായി ഹൗദുൽ കൗസറിന്റെ ചാരേക്ക് പോകുന്നത് ആരാണ്? മുഹാജിരീങ്ങളിൽപ്പെട്ട, അൻസാരികളിൽപ്പെട്ട ഫുഖറാക്കളായ പാവപ്പെട്ട സഹാബിമാരാണ്. സിറാത്തുൽ മുസ്തഖീം, സിറാത്ത് എന്ന പാലം കടന്നിട്ട് ആദ്യമായി മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം സ്വർഗത്തിൽ പ്രവേശിക്കുന്നതാരാണ്? മുഹാജിരീങ്ങളിൽപ്പെട്ട, അൻസാരികളിൽപ്പെട്ട ഫുഖറാക്കളായ പാവപ്പെട്ട സ്വഹാബിമാരാണ്. സുബ്ഹാനല്ലാഹ്, അവരുടെ ക്വാളിറ്റി എന്താണ്? അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറ്റി പഠിച്ചു. അവർ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അങ്ങേയറ്റം ആദരിച്ചു, ബഹുമാനിച്ചു, അവിടുന്ന് പഠിപ്പിച്ചതനുസരിച്ച് ജീവിച്ചു. നിങ്ങൾ നോക്കൂ, അന്ന് അബൂജഹൽ ഉണ്ടായിരുന്നു. അബൂബക്കർ സിദ്ദീഖ്, അബൂജഹലിന്റെ ആദ്യത്തെ പേര് അബുൽ ഹക്കം എന്നായിരുന്നു. തന്ത്രശാലിയായ മനുഷ്യനായിരുന്നു അബൂ ജഹൽ. പിന്നീട് അയാളെ നമ്മളും പറയുന്നു അബൂജാഹിൽ, നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ അബൂജാഹിൽ, ജാഹില്, അബൂജഹൽ, വിവരമില്ലാത്ത അബൂജഹൽ, അങ്ങനെയാണ് ഇപ്പൊ അയാളെ വിളിക്കുക. എന്തുകൊണ്ടാണ്? നമ്മളിപ്പോ അയാളെ പേര് കേൾക്കുമ്പോൾ ലഅനത്തുല്ലാഹി അലൈഹി എന്ന് പറയുന്നു. സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിന്റെ പേര് കേൾക്കുമ്പോൾ എന്തുകൊണ്ടാണ് നമ്മൾ ഒരു അടിമച്ചന്തയിൽ വിറ്റിരുന്ന കറുകറുത്ത കാണാൻ കൊള്ളാത്ത ചുരുണ്ട മുടിയുള്ള ചപ്പിയ മൂക്കുള്ള നീഗ്രോ വംശജ വിളിച്ചുകൊണ്ടുവന്ന് ലോക മുസ്ലിമീങ്ങളുടെ ഉത്തരോത്തരം ഉന്നതമായ ഉയർച്ചയിലേക്ക് മാടി വിളിച്ച പ്രവാചക പ്രവീണർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, അത് അവിടുത്തെ ക്വാളിറ്റിയാണ്. എന്താണ് ക്വാളിറ്റി? സ്വഹാബി എന്ന ക്വാളിറ്റിയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഹാബി എന്ന ക്വാളിറ്റിയാണ്. സുബ്ഹാനല്ലാഹ്. സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എത്ര മിലിറ്ററി ഓപ്പറേഷനുകൾ നടത്തി? 27 മിലിറ്ററി ഓപ്പറേഷനുകൾക്ക് വേണ്ടി തയ്യാറെടുത്തു.
8 മിലിറ്ററി ഓപ്പറേഷനുകൾ നടത്തി പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം. നേരിട്ട് എന്തിനായിരുന്നു ആ സായുധ പോരാട്ടങ്ങൾ? ആധുനിക ലോകത്ത് പല ആളുകളും പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ യുദ്ധക്കൊതിയനായിരുന്നു, രക്തദാഹിയായിരുന്നു എന്നൊക്കെ പ്രചരിപ്പിക്കാറുണ്ട്. നിങ്ങൾ ചരിത്രം പഠിക്കണം. പ്രവാചക പ്രവീണർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പഠിക്കണം. 23 വർഷക്കാലത്തെ ജീവിതത്തിനിടയിൽ 27 മിലിറ്ററി ഓപ്പറേഷനുകൾക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്തു, തയ്യാറെടുത്തു. പക്ഷേ അവിടുന്ന് 8 യുദ്ധങ്ങളിലാണ് പങ്കെടുത്തത്. ആ നടന്ന 8 യുദ്ധങ്ങളിൽ ഇരുപക്ഷത്തു നിന്നും, വിശുദ്ധ ഇസ്ലാമിന്റെ പക്ഷത്തു നിന്നും ശത്രുക്കളുടെ പക്ഷത്തു നിന്നും കൊല്ലപ്പെട്ടത് 1000-ൽ ചില്ലുവാനം ആളുകൾ മാത്രമാണ്. നിങ്ങൾ കാതുകൾ കൂർപ്പിച്ച് കേൾക്കണം. ഈ കാതിൽ കേട്ടേച്ച് മച്ച് ഈ കാതിലൂടെ പോയാൽ പോരാ, ഹൃദയത്തിൽ ഇരിക്കണം. 23 വർഷക്കാലത്തെ ജീവിതത്തിനിടയിൽ 27 മിലിറ്ററി ഓപ്പറേഷനുകൾക്ക് വേണ്ടി തയ്യാറെടുത്ത പ്രവാചക പ്രവീണർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 8 സായുധ പോരാട്ടങ്ങൾക്കാണ് പങ്കെടുത്തത്. സായുധ പോരാട്ടങ്ങളിൽ പങ്കെടുത്തപ്പോൾ എങ്ങനെയായിരുന്നു? ഒരു യുദ്ധത്തിന്റെ ക്യാപ്റ്റൻസിയായി, ഒരു റെജിമെന്റിന്റെ ലീഡർഷിപ്പ് കൈകാര്യം ചെയ്യുമ്പോൾ, അമേരിക്കക്കാരൻ അഫ്ഗാനിസ്ഥാനിൽ ബോംബിടുമ്പോൾ അന്നത്തെ പ്രസിഡന്റ് ഇരിക്കുന്നത് വൈറ്റ് ഹൗസിലെ കറങ്ങുന്ന കസേരയിലിരുന്ന് സുരക്ഷിതനായി തന്റെ റിമോട്ട് കൺട്രോൾ ഉപയോഗിച്ച് ടെലിവിഷനിലൂടെ ആ ബോംബർ വിമാനങ്ങൾ ബോംബിട്ട് തകർക്കുന്ന നിരപരാധികളുടെ പാവപ്പെട്ടവന്റെ വിലാപങ്ങൾ കണ്ടാസ്വദിക്കുകയാണ്. എന്നാൽ പ്രവാചക മിഷനുകൾക്ക് ഇറങ്ങുമ്പോൾ പട്ടാളക്കാരോടൊപ്പമാണ്, പടക്കളത്തിൽ അനുയായികൾക്കൊപ്പമാണ്. അവിടുത്തെ ദേഹത്ത് മുറിവ് പറ്റുകയാണ്, അവിടുത്തെ പല്ല് നോവുകയാണ്, അവിടുത്തെ ശരീരത്തിൽ പരിക്കു പറ്റുകയാണ്. 1000-ൽ ചില്ലുവാനം ആളുകൾ മാത്രമാണ് ഇരുപക്ഷത്ത് നിന്നും ആ യുദ്ധങ്ങളിലെല്ലാം കൊല ചെയ്യപ്പെട്ടത്. ആധുനിക ഏറ്റവും വലിയ സമാധാനത്തിന്റെ വെള്ളരിപ്രാവുകളാണ് ഞങ്ങളെന്ന് പറയുന്ന അമേരിക്കക്കാരൻ. സഹോദരങ്ങളെ, ലോക ചരിത്രത്തിലെ ഏറ്റവും കറുത്ത അധ്യായങ്ങൾ രചിച്ചവനാണ്. നാഗസാക്കിയിൽ ആറ്റം ബോംബ് ആദ്യമായി വർഷിപ്പിച്ചത് ആരാണ്? ലോക സമാധാനത്തിന്റെ ആളുകൾ ഞങ്ങളാണ് എന്ന ഗീർവാണം മുഴക്കുന്ന സാക്ഷാൽ അമേരിക്കക്കാരനാണ്. ലക്ഷക്കണക്കിന് ആളുകളെയാണ് ചുട്ടുകൊന്നത്. അഫ്ഗാനിസ്ഥാനിൽ 10,000-കണക്കിന് ആളുകളെ കൊന്നതാരാണ്? അമേരിക്കക്കാരനാണ്. ഇറാഖിൽ 10,000-ങ്ങളെ ചുട്ടരിച്ചതാരാണ്? അമേരിക്കക്കാരനാണ്. ലോകത്താരെങ്കിലും സഹോദരങ്ങളെ അതിനെപ്പറ്റി ചർച്ച ചെയ്യാറുണ്ടോ? ഇപ്പോഴും ഇസ്രയേലുകാരൻ ഫലസ്തീനിലെ പാവപ്പെട്ട ആളുകളെ വെടിവെച്ചു കൊല്ലുകയാണ്. ഫലസ്തീനിലെ മക്കൾ കല്ലുകൾ കൊണ്ട് നേരിടുകയാണ്, ചവണകൾ കൊണ്ട് നേരിടുകയാണ്. ഇസ്രായേലി പട്ടാളക്കാരന്റെ തോക്കുകൾ കൊണ്ട് വെടിയേറ്റ് പിടഞ്ഞ് മരിക്കുന്ന ഫലസ്തീനിയൻ ബാലന്മാരെ പറ്റി ലോകത്ത് ചർച്ചയില്ല. യുണൈറ്റഡ് നാഷണൽ ഓർഗനൈസേഷന്റെ കോൺഫറൻസുകളിലോ സിംബോസിയങ്ങളിലോ സെമിനാറുകളിലോ അത്തരം ഡിസ്കഷനുകൾ നടക്കാറില്ല. എന്നാൽ ഫലസ്തീനിന്റെ തെരുവിൽ നിന്ന് കല്ലെടുത്തിട്ട് ഇസ്രായേലി പട്ടാളത്തെ എറിയുന്ന പാവപ്പെട്ട ഫലസ്തീനിയൻ ബാലന്റെ ചിത്രമാണ് ഇവിടുത്തെ മലയാളത്തിലെ പല പത്രങ്ങളുടെയും ഫ്രണ്ട് പേജിൽ വരിക. പാവങ്ങളായ നിരപരാധികളായ മനുഷ്യരെ രക്തദാഹികളായി കൊന്നെടുക്കുന്ന ദുഷ്ടന്മാരെ പറ്റി ലോകം ചർച്ച ചെയ്യുന്നില്ല. അരുതേ അരുതേ, നിങ്ങളൊരു സായുധ പോരാട്ടത്തിന് പോകുമ്പോൾ ഒരു മരക്കൊമ്പ് നിങ്ങൾ മുറിക്കരുതേ, ഒരു അമ്പലവും പൊളിക്കരുതേ, ഒരു ചർച്ചുകളും ആക്രമിക്കല്ലേ, ഒരു കുഞ്ഞുങ്ങളെയും നിങ്ങൾ വേട്ടയാടരുതേ, വൃദ്ധരെ കൊല്ലരുതേ, നിരപരാധികളായ സ്ത്രീകളെ നിങ്ങൾ ഉപദ്രവിക്കരുതേ എന്ന് ലോകത്താദ്യമായി യുദ്ധത്തിന്റെ സമാധാനത്തിന്റെ സമവാക്യങ്ങൾ ലോകത്ത് പഠിപ്പിച്ച പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം. സഹോദരങ്ങളെ, അവിടുന്ന് ജീവിച്ച കാലഘട്ടത്തിൽ ഗോത്രവർഗങ്ങൾ തമ്മിൽ, സുകുമാര കക്കാട് എന്ന് പറയുന്ന മലയാളത്തിന്റെ എഴുത്തുകാരനുണ്ട്. അയാൾ മനോഹരമായി പറഞ്ഞു, ഗോത്രക്കുറുമ്പിനെ കാട്ടുക്രൗര്യങ്ങളെ
ശാന്തി സങ്കീർത്തനമാക്കിയ നായക. തമ്മീലിടഞ്ഞും അഹങ്കരിച്ചും കരൽ കൊത്തിപ്പറിച്ചും ചവച്ചും പുളച്ചാർത്ത ഗോത്രക്കുറുമ്പിനെ കാട്ടുക്രൗര്യങ്ങളെ ശാന്തി സങ്കീർത്തനമാക്കിയ നായക. ആരെ പറ്റി ആര് പറഞ്ഞു? ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ പ്രചാരകനായ നിരീശ്വരവാദിയായ സുകുമാർ കക്കാട് എന്റെ പ്രവാചകനെ പറ്റി, നിങ്ങളുടെ പ്രവാചകനെ പറ്റി, സ്വർഗത്തിൽ നിന്നും ഹൃദയത്തിലേക്കൊരു സുവർണ നൂൽപാലം പണിത പ്രവാചക. സ്വർഗത്തിൽ നിന്നും ഹൃദയത്തിലേക്കൊരു സുവർണ നൂൽപാലം പണിത പ്രവാചക. സുകുമാർ കക്കാട് പറയാണ്, മലയാളക്കരയിൽ ഇന്നും ജീവിക്കുന്ന സുകുമാർ കക്കാട്. അയാൾ പറയുകയാണ്, തമ്മിലിടഞ്ഞ്, അതായത് ഒരു ഒട്ടകമങ്ങാനം അതിര് കടന്ന് മേഞ്ഞു പോയാൽ അതിന്റെ പേരിൽ കലഹമുണ്ടാകുമായിരുന്നു. വാളെടുത്ത് എന്റെ പുരയിടത്തിൽ അയൽപ്പക്കക്കാരന്റെ ഒട്ടകം വന്ന് പുല്ലുമേഞ്ഞാൽ മതി, വേറെ പ്രശ്നമൊന്നുമില്ല. അങ്ങനെ ഗോത്രങ്ങൾ തമ്മിൽ പരസ്പരം നൂറ്റാണ്ടുകളോളം ഗോത്ര കലഹങ്ങൾ ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വന്ന് പറഞ്ഞു, നിങ്ങൾ അന്യായമായി ഒരു ഉറുമ്പിനെ പോലും വേദനിപ്പിക്കരുതേ. സഹാബിമാരൊരു യാത്ര പോകുകയാണ്. ആ യാത്ര അവസാനിക്കുന്നിടത്ത് തണുപ്പുള്ള പ്രദേശമാണ്. അവർ വേഗം തീ കൂട്ടി, ഭക്ഷണം പാകം ചെയ്യാൻ വേണ്ടി തീ കൂട്ടി. ഇന്നത്തെ പോലെ ഗ്യാസ് സംവിധാനങ്ങളോ ഇഞ്ചക്ഷൻ കുക്കറോ ഒന്നുമില്ല. പ്രയാസപ്പെട്ടവർ തീ കൂട്ടി. തീ ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വന്നേച്ചു പറഞ്ഞു, ആ തീ കെടുത്ത് നിങ്ങൾ കണ്ടോ, ഉറുമ്പിൻ കൂട്ടങ്ങൾ ഇങ്ങനെ അരിച്ചരിച്ചു വരുന്ന ഒരു ഉറുമ്പിന്റെ ജീവനെ പോലും അന്യായമായി നിങ്ങൾ ഹനിക്കാൻ പാടില്ലെന്ന് പഠിപ്പിച്ചു മുഹമ്മദ് മുസ്തഫ. ശ്രീനാരായണ ഗുരു ഞാൻ ആദ്യം പരാമർശിച്ചയാളാണ്. അദ്ദേഹം പറഞ്ഞു, ഒരു ഉറുമ്പിനെ പോലും പീഡിപ്പിക്കരുതെന്നരുളിയ പുരുഷാകൃതി പൂണ്ട ദൈവമോ നരദിവ്യാകൃതി പൂണ്ട ധർമ്മമോ പരമേശ്വര പവിത്ര പുത്രനോ കരുണാവാൻ നബി മണിമുത്തുരത്നമോ ഒരു പീഡയുറുമ്പിനും വരുത്തരുതെന്നുള്ള അനുകമ്പയും സദാ, ഒരു പീഡ ഉറുമ്പിനും വരുത്തരുതെന്നുള്ള അനുകമ്പയും സദാ, കരുണാകരനൽകുള്ളിൽ നിൻ തിരുമൈ വിട്ടകലാതെ. ഒരു ഉറുമ്പിനെ പോലും അന്യായമായി നോവിക്കരുതെന്ന് പഠിപ്പിച്ച പ്രവാചകന്റെ അധ്യാപനങ്ങൾ നിന്റെ ഹൃദയം വിട്ടു പോകാതിരിക്കട്ടെ എന്ന് പറഞ്ഞു. സഹോദരങ്ങളെ, അങ്ങനെ അച്ചടക്കം ലോകത്ത് പഠിപ്പിച്ചവരെ മുഹമ്മദ് മുസ്തഫ, സാന്ത്വനത്തിന്റെയും സ്നേഹത്തിന്റെയും മഹിതമായ അധ്യാപനങ്ങളെ പഠിപ്പിച്ചവരെ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം.